ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു വ്ളോഗാണ് കേട്ടോ. ഞാൻ വാൾ മേക്ക് ഓവർ ഇട്ടിട്ട് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അതറിഞ്ഞാൽ ഭയങ്കര സന്തോഷം. കുറച്ച് പേര് ഹാളിൻ്റെ മേക്ക് ഓവറിൻ്റെ വീഡിയോ ചോദിച്ചിരുന്നു. ഞാൻ ഉടനെ തന്നെ അത് അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഇത് ദുബായ് സഫാരി പാർക്കിലെ ചെറിയ ചില കാഴ്ചകളാണ്. ദുബായിലുള്ള ആൾക്കാർക്ക് പറ്റുകയാണെങ്കിൽ പോകും. ഞാൻ ഇതിനു മുമ്പ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വ്ളോഗ് ഇട്ടിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് പേര് എന്നോട് കുറേ ഡൗട്ട്സ് ചോദിച്ചിരുന്നു. ആ ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യാനും കുറച്ച് വീഡിയോ അന്ന് ഇടാത്തതുണ്ടായിരുന്നു. അതും കൂടിയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ദുബായ് സഫാരി പാർക്കിലെ മൃഗങ്ങളൊക്കെ വളരെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ അതിനൊക്കെ AC കൂടുകളും ഒക്കെ ഉണ്ട് കേട്ടോ. ഈ ചൂടത്ത് എന്തൊക്കെ ചേഞ്ചസാണ് വന്നിരിക്കുന്നതെന്ന് അറിയില്ല. ഞാൻ ചൂട് തുടങ്ങുന്നതിന് മുമ്പാണ് പോയത്. പിന്നെ കുറേ പേര് എന്നോട് ചോദിച്ചിരുന്നു എത്രയാണ് റേറ്റ് എന്നൊക്കെ. അപ്പോൾ 85 ദിർഹംസിൻ്റെ ടിക്കറ്റാണ് ഞാൻ എടുത്തത് വിത്ത് സഫാരി. ഇത് സഫാരി പാർക്കിൽ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു ഏരിയയാണ്. ആഫ്രിക്കൻ പവലിയൻ്റെ അടുത്തുള്ള ബേർഡ് ഹൗസ്. പക്ഷികളും മൃഗങ്ങളൊക്കെ വളരെ അടുത്ത്, നമുക്കതിൻ്റെ അടുത്ത് കൂടിയാണ് നമ്മൾ നടന്നു പോകുന്നത് കാണാനായിട്ട്. പിന്നെ ഏതൊക്കെ രീതിയിൽ കാണണമെന്ന് ഞാൻ ചോദിച്ചിരുന്നു. അപ്പം നിങ്ങൾ സഫാരി പാർക്കിൽ എത്തുകയാണെങ്കിൽ മോർണിംഗ് നേരത്തെ തന്നെ എത്തുന്നതാണ് നല്ലത്. 9 മണിക്കായിരുന്നു തുടങ്ങുന്നത്. അപ്പോൾ ഒരു 8:30 എത്തിക്കഴിഞ്ഞാൽ 9 മണിയുടെ സഫാരി ആദ്യം തന്നെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. സഫാരി കഴിഞ്ഞിട്ട് അവിടെ തന്നെ അടുത്ത് ഒരു ബേർഡ് ഷോ ഉണ്ട്. ബേർഡ് ഷോ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആഫ്രിക്കൻ പവലിയൻ കാണുന്നതാണ് നല്ലത്. ആഫ്രിക്കൻ പവലിയൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് റെപ്റ്റൈൽ ഹൗസ് ഉണ്ട്, പിന്നെ ഈ ബേർഡ് ഹൗസ് ഉണ്ട്, ഒക്കെ ഉണ്ട്. പിന്നെ കുറേ മൃഗങ്ങളെ കാണാൻ പറ്റും. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോൻ്റെ വ്ലോഗ് ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. പിന്നെ ഏറ്റവും അവസാനം കാണുന്നതാണ് നമുക്ക് ഇന്ത്യയും ബാക്കിയുള്ളതും കാണുന്നത്. ഇന്ത്യയോട് ചേർന്ന് തന്നെയാണ് അറേബ്യൻ സഫാരിയും. അപ്പോൾ അതെല്ലാം ഒന്നിച്ച് കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരിക്കലും മിസ് ചെയ്യാതെ സഫാരിയിൽ എടുക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ് സഫാരി അതിനുള്ളിലുള്ള സഫാരി. കണ്ടോ, ഈ ബേർഡ് ഹൗസിലുള്ള മൃഗങ്ങൾക്കൊന്നും ഒരു തരത്തിലുള്ള പേടിയുമില്ല കേട്ടോ. ഇത് നമ്മളെ ബേർഡ് ഹൗസിൽ പോയിട്ട് കയറി ഇറങ്ങുമ്പോൾ ഒരു പേടിയുമില്ലാതെ നിൽക്കുന്നൊരു മയിലാണ്. നമ്മളെ കണ്ടാൽ ഓടുകയോ പറക്കുകയോ കൊത്തുകയോ ഒന്നും തന്നെ ചെയ്യില്ല. കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് എൻജോയ് ചെയ്യും ബേർഡ് ഹൗസ്. അതുകൊണ്ട് ഇത് മിസ് ചെയ്യാനേ പാടില്ല കേട്ടോ. അപ്പോൾ പറ്റുന്നവരൊക്കെ പോയി കാണൂ. ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോനെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ആദ്യമായിട്ട് ചാനൽ കാണുന്ന ഒരാളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ കുറച്ച് പേർ എന്നോട് ചോദിച്ചിരുന്ന ഒരു കാര്യം ഫുഡൊക്കെ കയ്യിലെടുക്കാൻ പറ്റുമോ എന്നായിരുന്നു. ഫുഡും വെള്ളമൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കയ്യിലെടുക്കാം, കുഴപ്പമൊന്നുമില്ല. അതിന് വലിയ റെസ്ട്രിക്ഷൻസ് ഒന്നും ഞാൻ കണ്ടില്ല. കൂടാതെ നിങ്ങൾക്ക് അവിടെ വന്ന് നിന്ന് വാങ്ങിക്കുകയാണെങ്കിലും ഒരുപാട് കത്തി റേറ്റ് ഒന്നും അല്ല കേട്ടോ. കുറച്ച് ഫീസിബിളായിട്ടുള്ള റേറ്റിൽ തന്നെയാണ് വെള്ളവും ബാക്കിയുള്ളതൊക്കെ കിട്ടുന്നത്. പിന്നെ കുറച്ച് പേര് ചോദിച്ചിരുന്നത് എത്ര സമയം കാണാനുണ്ട് എന്നുള്ളതായിരുന്നു. ഒരു ഫുൾ ഡേ കറങ്ങാനുള്ളതുണ്ട് കേട്ടോ. ശരിക്കും കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ എൻജോയ് ചെയ്യും. ഇപ്പോഴത്തെ ക്ലൈമറ്റിൽ അവരുടെ ടൈമിങ് ചേഞ്ച് ആയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞങ്ങൾ പോകുമ്പോൾ വലിയ ചൂടുള്ള ക്ലൈമറ്റ് ആയിരുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ കൂളേഴ്സൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വലിയ പ്രോബ്ലംസ് ഉണ്ടായിരുന്നില്ല. പിന്നെ ഓരോ പവലിയനിൽ നിന്നും വേറെ പവലിയനിലേക്ക് പോകാനായിട്ട് കാർട്ട് അവൈലബിൾ ആണ്. അപ്പോൾ അത് നടന്ന് നമ്മൾ ക്ഷീണിക്കേണ്ട. അതുപോലെ തന്നെ അറേബ്യൻ സഫാരി ഫുള്ളായിട്ട് കാർട്ടിൽ തന്നെയാണ് നമ്മൾ പോകുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വ്ളോഗുകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ എനിക്ക് ഇനിയും ഇതുപോലത്തെ വീഡിയോസൊക്കെ ഉൾപ്പെടുത്താൻ പറ്റും. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. താങ്ക് യു.